സംസ്ഥാനത്ത് വെളിച്ചെണ്ണയ്ക്കും തേങ്ങയ്ക്കും വില കുതിച്ചുയരുന്നു. നാളികേര ഉൽപ്പാദനത്തിനുണ്ടായ ഇടിവും കരിക്കിനുണ്ടായ അധിക ഡിമാൻഡുമാണ് വില ഉയരാൻ കാരണമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. നാളികേര ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചെന്ന് നാളികേര വികസന ബോർഡ് ഡയറക്ടർ 24നോട് പറഞ്ഞു. നാളികേരത്തിന്റെ നാട്ടിൽ പൊള്ളുന്ന വിലയാണ് വെളിച്ചെണ്ണയ്ക്കും നാളികേരത്തിനും. 1 കിലോ നാളികേരത്തിന് നിലവിൽ 90 രൂപയാണ് വില. വില കൂടുതലാ, നല്ല വിലയാ. വില ഇവിടെ വിറ്റ് പോകുന്നില്ല. ഇപ്പോൾ മറ്റേ സാധാരണക്കാർക്ക് പോലും വാങ്ങിക്കാൻ പറ്റുന്നില്ല. അതിന് അടുത്ത് വരുമ്പോൾ കറി വെക്കുന്നില്ല എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. തേങ്ങ വെച്ചിട്ട് കറി വെക്കുന്നില്ല എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. കേരളത്തിൽ 2021-22 ഹെക്ടറിൽ 7412 തേങ്ങയായിരുന്നു ശരാശരി ഉൽപ്പാദിപ്പിച്ചത്. തെങ്ങിനെ ബാധിക്കുന്ന രോഗങ്ങളും കാലാവസ്ഥാ വ്യതിയാനവും കാരണം ഉൽപ്പാദനം 20% വരെ കുറഞ്ഞു. തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കരിക്കിന് ഡിമാൻഡ് വർദ്ധിച്ചതും വില ഉയരാൻ കാരണമായെന്ന് നാളികേര വികസന ബോർഡ് ഡയറക്ടർ 24നോട്. അപ്പൊ കൊപ്രയുടെ ലഭ്യതയാണ് കുറവുള്ളത്. പക്ഷെ നാളികേരം തിരിച്ച് വിപണിയിൽ വരാൻ തുടങ്ങി. പിന്നെ കഴിഞ്ഞ വർഷം നമുക്ക് കാലാവസ്ഥ വളരെ അനുകൂലമായിരുന്നു. കാരണം നമുക്ക് നല്ലോണം മഴ കിട്ടി. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വർഷം നമുക്ക് ഉൽപ്പാദനം കുറച്ചുകൂടി മെച്ചപ്പെട്ടതായിരിക്കുമെന്നാണ് കാണുന്നത്. ഓണവിപണിയിൽ സർക്കാർ ഇടപെടൽ അനിവാര്യമാണ്. ഭാവിയിൽ നാളികേരത്തിന്റെ ഉൽപ്പാദനം കൂട്ടുക മാത്രമാണ് വിലവർധന തടയാനുള്ള പോംവഴി. ഇതിനായി 16 പദ്ധതികളാണ് നാളികേര വികസന ബോർഡ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഈ കാലാവസ്ഥ വ്യതിയാനം മൂലമുള്ള രോഗങ്ങളും കീടങ്ങളും വളരെ കൂടിയിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെയുള്ള കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന മേഖലയിൽ നിന്ന്, അതായത് തമിഴ്നാട്, കർണാടകം പോലുള്ള സ്ഥലങ്ങളിൽ ഏകദേശം 20% ഈ വെള്ളീച്ച പോലുള്ള പ്രാണികൾ, അത് ഇൻവെസീവ് പെസ്റ്റ് ആയിരുന്നു. അതിനെക്കൊണ്ട് ഉൽപ്പാദനം വളരെയേറെ കുറഞ്ഞിട്ടുണ്ട്. ജനുവരിയോടെ പ്രതിസന്ധിക്ക് പരിഹാരം ആയേക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. വെളിച്ചെണ്ണവും നാളികേരവും വിപണിയെ പൊള്ളിക്കുകയാണ്. നാളികേരത്തിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയാണ് ശാശ്വത പരിഹാരമെങ്കിലും ഓണവിപണി എത്തുന്നതിന് മുൻപേ ഇതിനുള്ള അടിയന്തര പരിഹാരം കാണണമെന്നാണ് സാധാരണ ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. അതീഷിനൊപ്പം സൂര്യശ്രീ, 24 കൊച്ചി.